മനുഷ്യപുത്രൻ ആകാശത്തിൽ വാനമേഘങ്ങളിൽ വരുന്നു അല്ലേ? അപ്പോൾ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മനുഷ്യപുത്രൻ മേഘത്തിൽ നിന്ന് വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. നിങ്ങളുടെ വിമോചനം സമീപമായിരിക്കുന്നു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. ആവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും ഈ പറഞ്ഞ മെസ്സേജിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് വായിക്കുകയാണെങ്കിൽ അറിയാം, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ. അവിടെയും ദൈവരാജ്യം കൊണ്ടുവന്നേക്കുന്നത് സ്വർഗത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതല്ല, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ. വാനമേഘത്തിൽ ഞാൻ വരുന്നത് കാണും, ശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് നിങ്ങൾ കാണുമ്പോൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് അവസാനമാവുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇനിയും ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഭാവി സംഭവിക്കാൻ പോകുന്നതാണെന്നുള്ള ആ ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനം മൂലമാണ് ഈ പറഞ്ഞ ദൈവരാജ്യത്തെ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, ഇപ്പോൾ ദൈവം സ്ഥാപിച്ചു കഴിഞ്ഞ ദൈവരാജ്യം ഇനി ഫ്യൂച്ചറിൽ സ്ഥാപിക്കാൻ പോകുന്നതല്ല, ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു അല്ലേ? ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അന്ത്യകാലം അല്ലെങ്കിൽ ലോകാവസാനം ആസന്നമായിരിക്കുന്നു എന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം അതിൻ്റെ ശക്തിയോടുകൂടി ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആസന്നമായിരിക്കുന്നു, ഇമ്മീഡിയറ്റ്. അതായത് ആകാശവും ഭൂമിയും നശിച്ചു പോകും, എൻ്റെ വചനങ്ങളോ അനശ്വരമായിരിക്കും. ഉപമകൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഓരോ നാട്ടിലെ ചില ഭാഷാ പ്രയോഗങ്ങൾ പോലെ ആള് വടിയായി. നമ്മളും ഒരു മലയാളിക്ക് അത് കേൾക്കുമ്പോൾ അറിയാം, പക്ഷെ എന്നാൽ ഇതിനെ ലിറ്ററലി വേറെ ഒരു ഭാഷക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും. കർണാടകയുടെ വാർത്ത ഇന്ന് മലയാള മനോരമ വരിക, കർണാടകയിൽ താമര വിരിഞ്ഞില്ല. 10 വർഷം കഴിഞ്ഞ ഒരാൾ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കർണാടകയിൽ എന്തോ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായതുകൊണ്ട് ആ സീസണിൽ ഒറ്റ താമരയും വിരിഞ്ഞില്ല എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെയാണിത്. ആകാശവും ഭൂമിയും എന്ന് എഴുതിയിരിക്കുന്നത് ദേവാലയത്തെക്കുറിച്ചാണ്, ആ കാലഘട്ടത്തിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ റെവലേഷൻ പഠിക്കുമ്പോഴും കാണാം, പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗത്തിൽ നിന്ന് അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയായി പുത്രൻ യെരൂശലേമായിട്ട് വരുന്നു. അത് നമ്മളാണ്. അതായത് ഇന്നത്തെ ദേവാലയം എന്ന് പറയുന്നത് നമ്മളാണ്.